ഹായ് എവരിവൺ, ഈസി ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ചട്നി എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷെ ചപ്പാത്തിക്കും അതുപോലെ പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു ചട്നി കേട്ടോ. ഞാൻ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പോഴത്തേനും അവർ തരുന്നൊരു ചട്നിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അതിന് വളരെ 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന സാധനങ്ങൾ തന്നെ കൊണ്ടുണ്ടാക്കാവുന്ന പറ്റിയ സാധനം കേട്ടോ. പിന്നെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, വെളിച്ചെണ്ണയിൽ അങ്ങനെ എനിക്കിഷ്ടമല്ല പൊതുവെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇതുണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പക്ഷെ ഞാനിപ്പം സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല, കപ്പലണ്ടി, നിലക്കടല, അങ്ങനെ പല പേരിൽ അറിയപ്പെടും, ഗ്രൗണ്ട് നട്ട്, പീനട്ട്, ആ സാധനമാണ്. അത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം കേട്ടോ, പച്ചമുളക് വേണം, കറിവേപ്പില ഉണ്ട്, പിന്നെ കടുക്, എണ്ണ, ഇത്രയും മതി. ഇത്രയും സാധനം വെച്ചിട്ട് ചപ്പാത്തിക്ക് ഒരു അടിപൊളി ചട്നി ഉണ്ടാക്കണം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇപ്പം നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി തോലോട് കൂടിയാണ് വെച്ചിട്ട്, തൊലി കളയാത്ത കപ്പലണ്ടി കിട്ടുമല്ലോ ചിലപ്പോഴൊക്കെ. ഇത് ബേക്കറിയിൽ റോസ്റ്റഡ് കപ്പലണ്ടി കിട്ടണമെന്നില്ല. അപ്പൊ തൊലി കളയാത്തതാണെങ്കിൽ അത് ആദ്യം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി, നമ്മൾ കപ്പലണ്ടി കഴിക്കാനൊക്കെ എടുക്കില്ല, അതുപോലെ ചൂടാക്കി ഉപ്പിലോ അല്ലെങ്കിൽ സാധാരണ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തവയിലിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ വേണം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അത് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കുഴഞ്ഞു പോകും, അപ്പൊ അതൊരു ക്രിസ്പിനെസ് അതിൽ കിട്ടില്ല. 1 കപ്പ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 1 കപ്പ്, ഒരു മിനിറ്റ് ഒന്ന് തിരിച്ചു വെച്ചോട്ടെ കേട്ടോ. 1 കപ്പ് കപ്പലണ്ടി എടുക്കണേ. അപ്പൊ നമുക്ക് 1 കപ്പിന്റെ അളവിലേക്ക്, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml. അതിന് നിങ്ങൾക്കിപ്പം ഞാനിപ്പോ ഈ അളവൊക്കെ കാണിച്ച് അങ്ങനെ തന്നെ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ കമേഴ്സ്, ബിഗിനിങ്, ഈ പാചകം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ അളവ് ഇത്രയും കൃത്യമായി പറഞ്ഞൊക്കെ ചെയ്യുന്നത് കേട്ടോ. അമ്മമാർക്കൊന്നും അത് പ്രശ്നം ഉണ്ടാവില്ല. കറക്റ്റ് 1 കപ്പുണ്ട്. ടേസ്റ്റ് കറക്റ്റ് 1 കപ്പുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 പച്ചമുളക്. ഇത് അധികം എരിയില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറച്ച് എരി വേണം, അതുകൊണ്ടാണ്. സാധാരണ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ ഇതിന് ഒരു ഇച്ചിരി എരിയുള്ളത് നന്നായിട്ട്. അപ്പം ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാൽ നന്നായിരിക്കും, കാരണം ഈ അധികം നേരം നമ്മളിത് ഇതാക്കണ്ട, ശരിക്കും മിക്സിയിലിട്ട് അരയ്ക്കണ്ട. അരച്ചു കഴിഞ്ഞാൽ ഇതായി പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പച്ചമുളക് ഒന്ന് കീറിയിട്ടാൽ നന്നായി. അധികം വേണ്ട, ഒന്ന് 2ആയിട്ടൊക്കെ കീറിയാൽ മതി. മിക്സിയുടെ ജാർ എടുക്കട്ടെ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 പച്ചമുളക് കൂടെ വേണോന്നൊരു ഡൗട്ട് ഉണ്ട്. 4 പച്ചമുളക് എടുത്തേക്കണേ. ഒന്നുകൂടെ ഇട്ടാലോ? ഈ റോസ്റ്റഡ് കപ്പലണ്ടിക്ക് ഓൾറെഡി അതിന് ഇതുണ്ട് കേട്ടോ, ഉപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാങ്ങിക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോ. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ ഇതിന് നമുക്കൊരു മനക്കണക്ക് ഉണ്ടാവും, എന്നാലും ഞാനൊരു പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാമല്ലോ. ഞാനൊരു 1/4 ടീസ്പൂൺ എടുക്കുന്നുള്ളേ, കാരണം ഈ റോസ്റ്റഡ് കപ്പലണ്ടിയിൽ ഉണ്ട്, ഉപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് പിന്നെ വേണമെങ്കിൽ ഉപ്പിടാം. എന്നാലും ആദ്യം ഇടുന്നതാണ് അതിൻ്റെ ഒരു ഇത്. എന്തായാലും അത് റോസ്റ്റഡ് കപ്പലണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പം ഉപ്പിടുന്നില്ല കേട്ടോ. ഇതൊന്ന് മിക്സിയിലിട്ടേ ക്രഷ് ചെയ്തുകൊണ്ട് വരട്ടെ. ഇതിൽ ഞാനൊരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, പാൻ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു അപ്പുറത്തെ വീട്ടിലൊരു അമ്മച്ചി ഒന്ന് കാണാനായിട്ട്, അതാണ് അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, സോറി. അപ്പം ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാൻ ചൂടാവട്ടെ.
പാൻ ചൂടായിട്ട് നമുക്ക് കടുകിടാം. അത്ര തീ കുറച്ച് വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. ഒരു പിടി കടുക് നമ്മൾ എടുത്ത് തീ കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോവേ. അത് തീ കുറച്ചിടാം. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പലണ്ടി ഇടാം. നമ്മൾ മിക്സിയിൽ നിന്ന് എടുത്തപ്പോഴേ അത് കുറച്ച് കുഴഞ്ഞല്ല ഇരുന്നത്. ഇപ്പൊ കണ്ടോ? ഇപ്പൊ അതിന്റെ ഇത് മാറിയിട്ടുണ്ട്, ആ കുഴച്ചിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ക്രിസ്പിനെസ് എത്തിയിട്ടുണ്ട്. കാണിക്കാം. ഓൾമോസ്റ്റ് ആ ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഞാൻ ഒരു കുറച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത്രയും തീ വേണ്ട, തീ കുറച്ചു. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ടോ? അപ്പം ഉപ്പ് നമ്മൾ ഇതിൽ ഉപ്പുണ്ടായിരുന്നു, ഇതിലും എന്താ പറയാ റോസ്റ്റഡ് കപ്പലണ്ടി ഉപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം ഒരു 1/4 ടീസ്പൂൺ അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ കുറച്ചിട്ട് ഒരു ഉപ്പ് ആഡ് ചെയ്തിരുന്നു. കറക്റ്റാണ്. പിന്നെ 4 പച്ചമുളക് ആദ്യം ഞാൻ കാണിച്ചു, പക്ഷെ ഞാൻ ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് എനിക്കൊരു ഇത് കഴിക്കുമ്പോൾ കുറച്ച് എരി ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവേ. അപ്പം നമുക്ക് ഇത്രയും മതി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ ഏത് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ നമ്മുടെ ഇത് പാൻ ചൂടായിട്ടല്ലേ ഇരിക്കാം. അപ്പം അത് വീണ്ടും അതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിൽ ഡിഷിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഒരു ഡിഷ് എടുത്തിട്ട് കേട്ടോ. എൻ്റെ ചൂട് ചപ്പാത്തിയും നമ്മളുണ്ടാക്കിയ കടല ചട്നിയും ടേസ്റ്റ് അങ്ങനെ ഉണ്ടോ നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും വീട്ടിലും ചെയ്തു നോക്കണം. ഇതിന് ഒരു പൊടിക്ക് എരിവ് കുറവ് പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എനിക്ക് പച്ചമുളക് എരിവില്ലാത്ത എരിവും. പക്ഷെ ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് എരി വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ വരും വരെ അടുത്ത വീഡിയോസും കാണണം. ഓക്കെ, അടുത്ത വീഡിയോ വരുന്ന വരെ ടാറ്റ.